ഓണപരീക്ഷയ്ക്ക് പഠിച്ചു കൊടുക്കുമ്പോൾ പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അറ്റ്ലീസ്റ്റ് ആദ്യം ഫേസ് ചെയ്തതിൽ അവസാനത്തേക്കെങ്കിലും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ ചാപ്റ്റേഴ്സ് കുറച്ച് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടോ? എല്ലാ ചാപ്റ്ററും പഠിക്കണോ? പ്രത്യേകിച്ച് അവസാനത്തെ ചാപ്റ്റർ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, അല്ലെ സ്കൂളിൽ എടുത്തിട്ടില്ല, അല്ലെ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, സമയമില്ല, ഇപ്പം എന്താ ചെയ്യേണ്ടത്? സ്കിപ്പ് അടിച്ചതിന് കുഴപ്പമുണ്ടോ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്. ഫസ്റ്റ് ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്, എന്തിനാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ റീസൺ? എന്താണ് സ്കിപ്പ് ചെയ്യുന്നത്? മടിയാണോ? അല്ലെങ്കിൽ ജെന്യുവിൻലി പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണോ? അല്ലെ എല്ലാ ദിവസവും പഠിച്ച് വരുന്നുണ്ട് എന്നിട്ടും തീരുന്നില്ല, ഇതാണോ? മടിയാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, ഒരു ഓപ്ഷനും അല്ല, പഠിച്ചോണം. ഓക്കെ, അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓണം എക്സാമിന്റെ സിലബസ് ഓണം എക്സാമിന് തീർത്താലും ക്രിസ്മസ് എക്സാമിന്റെ സിലബസ് ക്രിസ്മസ് എക്സാമിന് തീർത്തിട്ട് പബ്ലിക് എക്സാം മോഡൽ എക്സാമിന്റെ കാര്യം അത് ആ സമയത്ത് തീർത്താലേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ ഇതൊക്കെ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസും ചെയ്ത് എല്ലാം ചെയ്ത് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങണ്ടേ? മനസ്സിലായില്ല? അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഓണം എക്സാമിന്റെ സിലബസ് ഓണം എക്സാമിന് തീർക്കുക. അതെന്തോ ഭയങ്കര അച്ചീവ്മെന്റ് അല്ല, ഓണം എക്സാമിന് മാർക്ക് വാങ്ങുന്ന അച്ചീവ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? അതിനുവേണ്ടി റിവൈസ് ചെയ്ത് എല്ലാം പ്രിപ്പയർഡ് ആയി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പോകുന്ന അച്ചീവ്മെന്റ് ആണ്. സിലബസ് തീർക്കുന്ന ഒരു അച്ചീവ്മെന്റ് അല്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് തീർക്കുക, മടി അവിടെ ഒരു ഫാക്ടർ ആവരുത്. രണ്ടാമത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് സമയമില്ലാത്ത പ്രശ്നമാണെങ്കിൽ ആ സമയത്തിന്റെ പ്രശ്നം ക്രിസ്മസ് എക്സാമിന് വരില്ലേ, പബ്ലിക് എക്സാമിന് വരില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ എന്നാ ഫിക്സ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ് ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യുക. ഇനി ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഓണം എക്സാമിന്റെ സമയങ്ങളിൽ മാത്രം വരുന്ന പ്രശ്നം, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓണം എക്സാമിന്റെ സമയത്ത് മാത്രം വരുന്ന പ്രശ്നം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെപ്പറ്റി ചിന്തിക്കാം, 1-2 ചാപ്റ്റർ തന്നെ സ്കിപ്പ് ചെയ്യുന്നതിനെ പറ്റി. പക്ഷെ അല്ലാത്ത സമയമില്ലാത്ത ഒരു ഇഷ്യൂ ആവരുത്. കാരണം ആ സമയമില്ലാത്ത പ്രശ്നം ക്രിസ്മസ് എക്സാമിന് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? പബ്ലിക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ സമയം ഉണ്ടാക്കില്ലേ? ആ സമയം ഇപ്പൊ തന്നെ ഉണ്ടാക്കുക. അന്ന് മാജിക്കലി എന്തോ എക്സ്ട്രാ സമയം കിട്ടില്ല, അവിടെ എന്തോ സമയം കിടപ്പില്ല. ആ സമയം ഇപ്പോഴുള്ള സമയം എപ്പോഴും ഉള്ളൂ. അപ്പൊ ആ ബോധം ഇപ്പൊ വരുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ സമയം പിന്നെ കിട്ടുമെന്ന് ആലോചിക്കുക. പിന്നെ അങ്ങനെ ഇല്ല, അതാണ് സത്യം. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഇനിയിപ്പോ അറ്റ കൈക്ക് സ്കിപ്പ് ചെയ്യുന്ന ലെവലിൽ എത്തിയാൽ തന്നെ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിസിക്സ് പഠിച്ചു വരുന്നു, 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ തീരെ സമയമില്ല, എക്സാം അടുത്തായി, ഒരു 2-3 ദിവസം ബാക്കിയുള്ളൂ, തീരെ സമയമില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഒബ്വിയസ്ലി ആ ചാപ്റ്റർ പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ സമയം ഉണ്ടാവില്ല, കാരണം ബാക്കിയുള്ള ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നതാണ് ബുദ്ധി. പക്ഷെ ആ 4ാമത്തെ ചാപ്റ്ററിന്റെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ ഉടായ്പാണ്, ശരിക്കും ചെയ്യാൻ പാടില്ല, പക്ഷെ നിങ്ങൾ ചെയ്യണം. ആ ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും പഠിച്ചു പോവാം. സാർ ചാപ്റ്റർ ഒന്നും പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കുഴപ്പമില്ല, കാരണം അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ചാപ്റ്റർ ഏത് ലെവലിലാണുള്ളതെന്ന്, എന്ത് ടൈപ്പ് ചോദ്യങ്ങളാണ് വരിക എങ്കിലും മനസ്സിലാവും. മാത്രമല്ല ഓണം എക്സാമിനൊക്കെ മിക്ക സമയം ആ PYQ ബേസ്ഡ് ആയിരിക്കും. എല്ലാ ചോദ്യങ്ങളും PYQ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നല്ല പറഞ്ഞു, പക്ഷെ കുറെ ചോദ്യങ്ങൾ PYQ ബേസ്ഡ് ആയിരിക്കും. അപ്പൊ ആ മാർക്ക് നേടാനും ഹെൽപ്പ് ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ ഫുള്ള് ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വെറുതെ അതിന്റെ പകുതി പഠിച്ചു പോയൊരു കാര്യമൊന്നുമില്ല, അല്ലെ 1/4 പോർഷൻ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ഒന്നും ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ പാറ്റേൺ എങ്കിലും നിങ്ങൾ പഠിക്കും. പിന്നീട് നിങ്ങൾ ആ ചാപ്റ്റർ ശരിക്കും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയാം ഇതൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒബ്വിയസ്ലി ഇത് കറക്റ്റ് രീതിയല്ല ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത്. പക്ഷെ ഓണം എക്സാമിന് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിന് പകരം ഏറ്റവും ബെസ്റ്റ് എന്താണ്? അറ്റ്ലീസ്റ്റ് ഈ ഒരു പണിയെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ മിഷൻ 15 ഡേ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോയി കാണാം. മൺഡേ ആണ് എടുത്തത്. അത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുക മക്കളെ. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ +1 ജേർണിയും +2 ജേർണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എഫേർട്ട് ഇടുന്നു, അത് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ നിർത്തും, അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നാണ് അതിൽ പോയിന്റ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നു, അതൊരു സൈക്കിളാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു ഞാൻ ഇന്ന് +1 പഠിക്കും, +2 പഠിക്കും, ഞാൻ ഓർക്കും, എന്നിട്ട് നിങ്ങൾ ഒരു വർഷം മൊത്തം പഠിക്കും. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. അതിൽ പ്രശ്നങ്ങൾ വരും, ഇടയ്ക്ക് മോട്ടിവേഷൻ പോവും, ഇടയ്ക്ക് ആ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും, ഒക്കെ വന്നു. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുന്ന കഴിവാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാണ്ട് ഒരു എന്തോ +1 എത്തുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് തകർക്കും, അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റി മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുക, അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അത്രേ നിങ്ങൾ ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ലോങ് ടേമിന് നല്ലത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ള വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക.